കേരളത്തിന്റെ സ്വന്തം പയറുകഞ്ഞി, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ പയറുകഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേർക്ക് അറിയാം. എന്നാലും അറിയാത്തവരുണ്ട്. പക്ഷെ മഴക്കാലത്ത് ഉണ്ടാക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. ഒരു 4 പേർക്കുള്ള കഞ്ഞിക്ക് വേണ്ടി നമുക്കൊരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പയറെടുക്കാം. ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പൾസസ് ഒക്കെ എപ്പോഴും ഓവർനൈറ്റ് അല്ലെങ്കിൽ മിനിമം 6 hours കുതിർത്ത് വെച്ചിട്ട് എടുക്കുന്നതാണ് അതിൻ്റെ മുഴുവനായിട്ടുള്ള ഗുണം കിട്ടാൻ നല്ലത്. ഞാനിവിടെ മട്ട അരിയാണ് കഞ്ഞിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് റോ റൈസ്, പച്ചരി എടുക്കാം, കൈമ അരി എടുക്കാം. ഞാൻ ബസ്മതി അരി വെച്ചിട്ടും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എല്ലാം ടേസ്റ്റാണ്. അരിയും പയറും കഴുകി ഞാനൊരു കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഞാൻ രണ്ടും ചേർത്ത് വെക്കുന്നുണ്ട്. മട്ട അരിയും പയറും ആയതുകൊണ്ട് ഞാനിന്ന് കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. നമുക്ക് സാധാരണ പോലെയും വേവിച്ചെടുക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ചിലർ വലിയുള്ളി ചേർക്കും, പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. കൂടെ 2 പച്ചമുളകും. ചെറിയുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മഴക്കാലത്തേക്ക് നമ്മുടെ ശരീരത്തിന് സംരക്ഷണം നൽകാനായിട്ട് കഫക്കെട്ടൊന്നും അധികം ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ കുരുമുളക് അതേപടി എടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പൊടിച്ച കുരുമുളക് എടുക്കാം. പിന്നെ ജീരകം ഒരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ വരെ എടുക്കാം, നമുക്ക് കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ നമുക്ക് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് അരിയുടെയും പയറിൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒരു 4 ടേബിൾ സ്പൂൺ വരെ എടുക്കാം കേട്ടോ. കഫക്കെട്ടിന് ചെറിയുള്ളി നല്ല തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ചേർത്ത് കൊടുക്കാൻ കംഫർട്ടബിൾ അല്ലാത്തവർ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുന്നത് സൂക്ഷിച്ച് വേണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പയറും മട്ടയരിയും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വോളിയം വരും. അപ്പോൾ വെള്ളം വറ്റി കരിഞ്ഞ് പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടത്ര വെള്ളം നമ്മൾ ചേർത്തിരിക്കണം. അപ്പോൾ ഒരു ട്രിക്കാണ്, നമ്മൾ അരി ചേർത്തിട്ടുണ്ടല്ലോ 1 കപ്പ്, അതിൻ്റെ 6 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് അരിക്ക് 6 ഇരട്ടി വെള്ളം. നമ്മൾ ചെറുപയറിൻ്റെ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട. 6 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇതാ കണ്ടോ, 5 വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ കഞ്ഞി പുറത്തെടുത്തപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടി. ഇതിലും ലൂസായിട്ട് വേണമെന്നുള്ളവർ പിന്നീട് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്താൽ മതി കേട്ടോ. കഞ്ഞി ഇപ്പോൾ പകുതി വഴിക്കായിട്ടേ ഉള്ളൂ. ഇനിയും നമുക്ക് കാര്യങ്ങൾ ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങയിലേക്ക് 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമോ തിളച്ച വെള്ളമോ ചേർത്ത് മിക്സിയിൽ 2 പൾസ് കൊടുത്ത് തരിതരിപ്പായുള്ള പരുവത്തിൽ എടുക്കാം. ഇതേപോലെ. ചിലർ ആദ്യമേ തന്നെ കഞ്ഞി വേവിക്കുമ്പോൾ തന്നെ തേങ്ങ ചേർക്കും. ചിലർ ഏറ്റവും അവസാനം തേങ്ങ ചിരവിയിടും. ഇങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം ചേർത്ത് ഒരു പൾസ് കൊടുത്ത് എടുക്കുമ്പോൾ തേങ്ങാപ്പാൽ അതിൽ നിന്ന് ഇറങ്ങി വരുന്നതുകൊണ്ട് കഞ്ഞിക്ക് കുറച്ച് രുചി കൂടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തേങ്ങയും കഞ്ഞിയും കൂടി ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആവട്ടെ. ഈ ഒരു ചെറിയ ചൂട് മതി തേങ്ങാപ്പാലിന്. ഇതല്ലാതെ ഇനി തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് താളിച്ചിടാം. ഒരു 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്, ഒരു 4 വറ്റൽമുളക്, ഒരു 2-3 തണ്ട് കറിവേപ്പില, ഇത്രയും വേണം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരു 4 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടുക് തന്നെയാണ്. എണ്ണ ചൂടാകുമ്പോൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കടുക് ചേർത്ത് ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ തന്നെ, കടുക് പൊട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉഴുന്നിന് ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉഴുന്ന് ചെറുതായിട്ട് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. രണ്ടും ചേർത്ത് കൊടുത്ത് ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്ന് സോട്ടേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും വറ്റൽമുളകൊക്കെ ഒന്ന് പാകമായിട്ട് വരും. ഇനി നേരെ ഇത് കഞ്ഞിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇളക്കി കൊടുക്കാം.
കഞ്ഞി റെഡിയാണ്. ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് ചമ്മന്തി പറ്റും. നല്ല മുളക് ചുട്ടരച്ച ചമ്മന്തി ഉണ്ടെങ്കിൽ അത് പറ്റും. നല്ല പിക്കിൾ ഉണ്ടെങ്കിലും മാങ്ങയുടെ അച്ചാറുണ്ടെങ്കിൽ അത് പറ്റും. ചുട്ട പപ്പടമോ കാച്ചിയ പപ്പടമോ ഉണ്ടെങ്കിൽ അതും പറ്റും. ഭയങ്കര രുചിയാണ്. ഇത് മാത്രം മതി. ഇത് രാവിലെയും കഴിക്കാം, ഉച്ചയ്ക്കും കഴിക്കാം, വൈകുന്നേരവും രാത്രിയും കഴിക്കാം. അക്കമ്പനിമെന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെയും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ കഞ്ഞി തിളച്ച് വരുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് ഇപ്പം കുടിക്കാൻ തോന്നും. അതുപോലെയുള്ളൊരു അരോമയാണ് വരിക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.